വെൽക്കം ടു ഗീത്കാസ് കിച്ചൺ. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഇഡലി പൊടി. എൻ്റെ ഫേവറേറ്റ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഇഡ്ഡലി പൊടി ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ആദ്യം അരക്കപ്പ് ഉഴുന്ന് പരിപ്പാണ് വറുക്കുന്നത്. അത് ലോ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും റെഡിയാവും. അതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലെല്ലാ സമയത്തും ഉണങ്ങിയ പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് 5 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ അതൊന്ന് മൂത്ത് വരുന്നതാണ്. അതും നമുക്ക് ഇതിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. അടുത്തതായിട്ട് 1/4 കപ്പ് മട്ട റൈസാണ് എടുക്കുന്നത്. അത് കൂടുതൽ സമയം വേണ്ടി വരും ഒന്ന് കറക്റ്റ് ഒന്ന് വരണ്ട് വരാനായിട്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ പരുവാകുമ്പോഴേക്കും അത് മൂത്ത് വന്നിട്ടുണ്ടെന്നാണ്. അതും നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് എടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ പയറാണ്. അതൊരു കളർ മാറുന്നത് വരെ ലോ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതെല്ലാം ഇളക്കേണ്ടതാണ്. അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അതും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. അത് വറുത്തെടുത്തതിന് ശേഷം അതും മാറ്റാം. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. കുരുമുളകും കഴിഞ്ഞ ശേഷം അടുത്തതായിട്ട് കറിവേപ്പില കുറച്ചെടുക്കുക. കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ കറിവേപ്പില ഒന്ന് വറുത്ത ശേഷം അതും തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. അടുത്തത് മുളക് പൊടിയാണ് നമ്മൾ വറുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച ശേഷം 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് വറുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കായപ്പൊടി 1/2 ടീസ്പൂണും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുക്കാം. മുളക് പൊടി പെട്ടെന്ന് വറന്ന് വരുന്നതാണ്. കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വറുത്താൽ മതിയാകും. അത് വറുത്ത ശേഷം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വറുത്ത് വെച്ചേക്കുന്നതെല്ലാം പൊടിച്ചെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഐറ്റംസ് എല്ലാം ഒരു ജാറിലേക്ക് പകുതി, ഇപ്പോൾ ജാറിലെല്ലാം കൂടെ കൊള്ളത്തില്ല, അതുകൊണ്ട് പകുതി ആദ്യം ഇതിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടൊന്ന് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് നല്ല ഉണങ്ങിയ വെള്ളത്തിൻ്റെ ഇതൊന്നും ഇല്ലാത്ത പ്ലേറ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതും അടുത്തൊരു ബാച്ചിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഒട്ടും വെള്ളം വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്നതിൽ പകുതി പൗഡർ തിരിച്ച് ഗ്രൈൻഡറിലേക്ക് മാറ്റി നമ്മുടെ മുളക് പൊടി, നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പൗഡർ, അത് നമ്മൾ അത്ര സ്മൂത്തായിട്ടല്ല പൊടിച്ചത്, സോ അതും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം, അത് മുളക് പൊടി നേരത്തെ നമ്മൾ മുഴുവൻ ചേർത്തുകൊണ്ട് ഇതിന് മുളക് പൊടി ചേർക്കുന്നില്ല, അത് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഫൈനായിട്ട് രണ്ടും പൊടിക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് മിക്സായി വരുന്നത്. ഇന്നത്തെ ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നനഞ്ഞ സ്പൂണിട്ട് ഇതിൽ നിന്ന് എടുക്കാതിരിക്കുക, ഒരുപാട് നേരം തുറന്നു വയ്ക്കാതിരിക്കുക, എയർ കയറാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഈ പൊടിയുടെ കൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇഡലിയുടെയും ദോശയുടെയൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ? എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.